വെളുപ്പാങ്കാലം 4 മണിക്ക് വന്ന പടങ്ങളിൽ വെച്ചിട്ട് തമിഴ് ഭേദമായിരുന്നു പുഷ്പ 2. നമ്മൾ ഇരുന്ന് ഉറങ്ങുമ്പോൾ ഏകദേശം എന്തോ ബീജമ കേട്ടിട്ട് തൊട്ടപ്പുറത്ത് ചേട്ടനൊക്കെ ചാടി എഴുന്നേക്കുന്നുണ്ടായിരുന്നു. ഒരു KGF പോലെയൊക്കെ പിടിക്കാൻ നോക്കിയതൊക്കെ ആയിരിക്കാം, പക്ഷെ അതെല്ലാം കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. പടം എന്തോ തട്ടിക്കൂട്ടി എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. വളരെ മോശം പടമാണ്. ഇമോഷണൽ സീനൊക്കെ യാതൊരു രീതിയിലും കണക്ട് ആയിട്ടില്ല. ഫയർ വെള്ളമൊഴിച്ച് കിടത്തി, രാവിലെ തന്നെ വെള്ളമൊഴിച്ച് കിടത്തി. നമ്മൾ ഇരുന്ന് ഉറങ്ങുമ്പോൾ ഏകദേശം എന്തോ ബീജമ കേട്ടിട്ട് തൊട്ടപ്പുറത്ത് ചേട്ടനൊക്കെ ചാടി എഴുന്നേക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പുഷ്പ 3ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അത്രയ്ക്ക് അടിപൊളി പടം, അടിപൊളിയായിട്ടുണ്ട്. 1 2 3 പ്രാവശ്യം കാണാനുള്ള ഒരുപാട് പ്രതീക്ഷ വരാതെ നമ്മൾ വന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇഷ്ടപ്പെടും. എനിക്കൊന്ന് കഴിഞ്ഞ ഇടക്കാലത്ത് വെളുപ്പാങ്കാലം 4 മണിക്ക് വന്ന പടങ്ങളിൽ വെച്ചിട്ട് തമിഴ് ഭേദമായിരുന്നു പുഷ്പ 2. ഞാൻ സാറ്റിസ്ഫൈഡ്. കാരണം ഒരുപാട് പ്രതീക്ഷ വരരുത്. നമ്മളൊരു അല്ലു അർജുൻ ഫാൻ എന്നുള്ള നിലയിൽ വന്നാൽ ഇഷ്ടപ്പെടും. പിന്നെ സാധാരണ പടങ്ങളിൽ നിന്ന് മാസ് എലമെന്റ്സിനപ്പുറം ഒരു ഫാമിലി എലമെന്റും കൂടി ഇതിനകത്തുണ്ട്. അപ്പം ഒരു കുറേ ഇമോഷണൽ ഫാമിലി കണക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് അവസാനിക്കുന്നില്ലല്ലോ, അടുത്തൊരു പാർട്ടും കൂടി തന്നെ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതും പ്രതീക്ഷിക്കാം. 3 അവർ ഉണ്ടെന്ന് തോന്നത്തില്ല. 3 അവർ 21 മിനിറ്റ്സ് അല്ല തോന്നത്തില്ല. പടം മാസ് തന്നെയാണ്. ലെങ്ത് കൂടി പോയിൻ്റെ ഒരു ചെറിയൊരു ഇത് കാണുന്നുണ്ട്. കുറച്ചും കൂടി ഒരു 3/4 മണിക്കൂറൊക്കെ കുറയ്ക്കുമായിരുന്നെങ്കിൽ പടം കുഴപ്പമില്ലായിരുന്നു. 3.5 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇരുന്നേ ഇമോഷണൽ സീനൊക്കെ ഒത്തിരി മിക്സ് ചെയ്ത് അത് ഇച്ചിരി കുറച്ച് മറ്റേ ഫസ്റ്റ് പോലെയൊക്കെ വരുന്ന മാസമായിരുന്നു. ഫസ്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഡിസാറ്റിസ്ഫാക്ഷൻ ആണ്. ഫസ്റ്റാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത്. മൂവി ഈസ് വെരി ഗുഡ്. ഓക്കെ, ബ്ലോക്ക് ബസ്റ്റർ. വെയിറ്റിംഗ് ഫോർ പുഷ്പ 3. പുഷ്പ 3 ദി റാംപേജ്. ഫുള്ളി സാറ്റിസ്ഫൈഡ്. വർത്ത് മൂവി. It's very good movie. No, performance is very good. Each and every character is they showed their performance, but Pushparaj is one man show. The revenge is also very good. Fahad Fazil also, he is the climax twist. Okay, wait for Pushpa 3 Rampage. Pushpa 2 is an above average movie. ആ ഒരു ഹൈപ്പ് എനിക്ക് തോന്നുന്നു നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു. പക്ഷേ ടോട്ടലി വേർത്ത് ഇറ്റാണ്. തിയേറ്റർ സ്റ്റഫ്. ഫസ്റ്റ് ഓഫ് ഓൾ ഫാഫ, എൻ്റെ മോനെ, നമ്മുടെ രംഗണ്ണനും ഷമ്മിയും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു എക്സ്ട്രീം ലെവൽ, ഒരു ജോക്കർ ടൈപ്പ് വില്ലനിസം അല്ലേ, അതിനകത്ത് ശരിക്കാൻ പറ്റും. ഫസ്റ്റിൽ നമുക്ക് ആപ്പടെ ഒരു 10-15 കാണാൻ പറ്റുള്ളൂ. അതിനകത്തൊരു എക്സ്ട്രീമിൽ ലൈക്ക് ഒരു അയ്യപ്പൻ കോശുപോലെ ഗിവ് ആൻഡ് ടേക്ക് റാപ്പോ രണ്ടുപേരും ഈക്വലാഷൻ നൈസായിട്ടുണ്ട്. അല്ലു അർജുൻ നൈസായിരുന്നു. ഡാൻസ് സ്റ്റെപ്സ്, ഇമോഷണൽ സീൻസ് ആയാലും അത്യാവശ്യം പുള്ളി കണ്ടിട്ടുണ്ട്. ആക്ഷൻ മാസിന് വേണ്ടി അത്യാവശ്യം കുറേ ആക്ഷൻ ചെയ്തിട്ടുണ്ട്. സോ അത് ഇമ്പാക്റ്റ്ഫുൾ ആണ്. BG ഇമ്പാക്റ്റ്ഫുൾ ആണ്. രശ്മികാന്താണ്ട് ഒരു 3 മിനിറ്റ് ഡയലോഗ് സീക്വൻസ് ഒക്കെ ഉണ്ട്. അതിനകത്ത് അത്യാവശ്യം നല്ല ഐഡിയ ആയിരുന്നു. 3.5 മണിക്കൂറും കാണുന്നുണ്ട് പടം. 3 മണിക്കൂർ 20 മിനിറ്റ്. ബട്ട് എനിക്ക് അങ്ങനെ ലാഗൊന്നും ഫീൽ ചെയ്യില്ല. പെട്ടെന്ന് പേര് കാണിച്ചപ്പോൾ അയ്യോ തീർന്നോ എന്ന് തോന്നിപ്പോയി. പാർട്ട് 3 വരുന്നുണ്ട്, റാംപേജ്. സോ മൊത്തത്തിൽ എന്നെ ഓഡിയൻസിനെ വർക്കായി. ബട്ട് ഒരു എബവ് ആവറേജ് സ്റ്റഫ്. തിയേറ്ററിലൊന്ന് കാണണം. ഹൈ എക്സ്പെക്ടേഷൻ വെച്ച് പോകണ്ട. ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യില്ല. പുഷ്പ 1 അല്ലെങ്കിൽ ഇത്ര ഹൈപ്പ് അല്ല. എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഹൈപ്ഡ് മൂവി ഓഫ് ദി ഇയർ. സോ അത് മീറ്റ് ചെയ്യില്ലെന്ന് തോന്നുന്നു. ബട്ട് നിരാശപ്പെടുത്തില്ല. തിയേറ്ററിൽ വന്ന് എൻജോയ് ചെയ്ത് കാണാനുള്ള സ്റ്റഫ് എല്ലാം ശ്രീമാടുത്ത് വെച്ചിട്ടുണ്ട്. പടം എനിക്കൊട്ടും വർക്കായില്ല. ഫസ്റ്റ് വൺ പ്രതീക്ഷിച്ച് പോയാലും അതിൻ്റെ ഒരു കുറച്ച് പോലും ഇല്ല സെക്കൻഡ് പാർട്ട് വരുമ്പോൾ. പടം എന്തോ തട്ടിക്കൂട്ടി എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. ക്യാരക്ടേഴ്സ് ആയാലും സ്റ്റോറി ആയാലും എല്ലാം തന്നെ വളരെ വീക്കാണ്. നമ്മൾ ഫസ്റ്റ് പാർട്ടി കണ്ട പുഷ്പല്ല ഇത് ടോട്ടലി റിച്ച് ആയിട്ടുള്ള വേറൊരു KGF പോലെയൊക്കെ പിടിക്കാൻ നോക്കിയതൊക്കെ ആയിരിക്കാം, പക്ഷെ അതെല്ലാം കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഒരു കണക്റ്റ് ഈ ഒരു ക്യാരക്ടറിനോട് ഒട്ടും തോന്നില്ല. അതുകൊണ്ട് തന്നെ സിനിമ വളരെ ഡിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് തോന്നും. അതുകൊണ്ട് തന്നെ എനിക്കൊരു ടോട്ടലി നിരാശയായിട്ടാണ് തോന്നിയത്. അതിൻ്റെ ക്ലൈമാക്സിൽ വരുന്ന ഒരു മൊമെൻറ്റ്, അതായത് ഫസ്റ്റ് പാർട്ടിലുള്ള നമ്മുടെ നായകൻ്റെ ഒരു പ്രശ്നം, അത് സെക്കൻഡ് പാർട്ടിൽ പരിഹരിക്കപ്പെടുന്നുണ്ട്. ആ ഒരു പോർഷൻ മാത്രം ഫാമിലി ആസ്പെക്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലതായിട്ട് തോന്നും. പക്ഷെ അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ കുറേ പാസ്സുണ്ട്, തങ്കച്ചി പാസ്സുണ്ട്, അനന്തരവൾ പാസ്സുണ്ട്. അതൊക്കെ വളരെ ഓവറാക്കി നമ്മുടെ നായകനൊരു ദൈവത്തിനെ പോലെ ഇതിനകത്ത് കാണിക്കണേ. അവരുടെ ഒരു സ്റ്റൈലായിരിക്കാം, ഒരു ഡെമിഗോഡ് സെറ്റപ്പിൽ. പക്ഷെ അത് നമുക്ക് കണ്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആസ് എ പ്രേക്ഷകൻ ഒട്ടും ദഹിച്ചിട്ടില്ല ഈ പടം. ഈ ഒരു ബ്രാൻഡ് ഉണ്ടാക്കി പുഷ്പ, അപ്പോൾ ആ പേര് വെച്ച് എന്തെടുത്താലും കളക്ഷൻ കിട്ടുമെന്നൊരു വിശ്വാസമുണ്ട്. അതിൻ്റെ പേരിൽ മാത്രം തേർഡ് പാർട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നതാണത്. തേർഡ് പാർട്ടിന് വേണ്ടി ഒരു ലീഡും ഇല്ല. പുതിയൊരു സ്റ്റോറി അവർക്ക് ക്രിയേറ്റ് ചെയ്യണം അതിന് വേണ്ടി. അപ്പോൾ എന്തിനാണ് ശരിക്കും അനൗൺസ് ചെയ്തത് എനിക്കൊരു പിടിയുമില്ല. മിക്കവാറും അതിന് വേണ്ടി തന്നെ ആയിരിക്കുള്ളൂ. Yeah, exactly. Indian 2, Kangua. But much better than. See, നിങ്ങളങ്ങനെ നിരാശപ്പെടുത്തി തീരുന്നിറങ്ങി വരില്ല. എന്നിലെ പ്രശ്നം സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അലോജ് മൂവി കാണാൻ പോകുമ്പോൾ നമുക്ക് ലോജിക്കോ അങ്ങനെയൊന്നും വിചാരിച്ച് നമ്മൾ പോയി കാണാൻ പോകുന്നില്ല. കാരണം മാസ് വേണം, ആക്ഷൻ വേണം, ഡാൻസ് വേണം, എല്ലാം ഉണ്ട്. കിസ്സൊക്കെ തിയേറ്ററിൽ നല്ല ഇമ്പാക്റ്റ്ഫുൾ ആയിരുന്നു. സോ എന്നിലെ പ്രശ്നം അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആണ്. ബട്ട് ആ ഒരു ഹൈപ്പ് ഉദ്ദേശിച്ചത് ഫാഫ നൈസായിരുന്നു.
എല്ലാവരും നൈസായിരുന്നു. അത്യാവശ്യം മാസികസ് ഒക്കെ ഉണ്ട്. തിയേറ്ററിൽ വന്ന് എൻജോയ് ചെയ്താണ്. തെക്കതല്ലേ അതുണ്ടായിരുന്നു. ഫസ്റ്റ് പാർട്ട് വെച്ചും പിന്നെ അവർ പടത്തിൻ്റെ പ്രൊമോഷനും എല്ലാം വെച്ച് നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഒരു സീൻ തൊട്ട് നമുക്ക് മനസ്സിലാവും സിനിമയുടെ പോക്ക് എങ്ങോട്ടാണെന്ന്. സിനിമ ഒരു ഫസ്റ്റ് പാർട്ടിൻ്റെ ലെവലേ അല്ല സിനിമ, മൊത്തത്തിൽ വേറൊരു രീതിയാണ്. അതുകൊണ്ട് തന്നെ ചാൻസ് ഇല്ല സിനിമ രക്ഷപ്പെട്ടു പോകാൻ.